റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബഫർ സോൺ അംഗീകരിക്കണമെന്ന നിർദ്ദേശം തള്ളി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. സമാധാന കരാറിന്റെ ഭാഗമായി യുക്രൈനിനും റഷ്യൻ സൈന്യത്തിനുമിടയിൽ ബഫർ സോൺ വേണമെന്ന നിർദ്ദേശമാണ് സെലൻസ്കി തള്ളിയത്. നിർദ്ദേശം ആധുനിക യുദ്ധമുഖത്തെ യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ യുദ്ധങ്ങൾ സാങ്കേതികമായി എവിടെ നിൽക്കുന്നുവെന്ന് മനസ്സിലാകാത്തവരാണ് ബഫർ സോൺ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സെലൻസ്കി പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെയോ സമാധാന കരാറിന്റെയോ ഭാഗമായി 40 കിലോമീറ്റർ ബഫർ സോൺ കൊണ്ടുവരാൻ യൂറോപ്യൻ നേതാക്കൾ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ആക്രമണമായി യുക്രൈൻ യുദ്ധം മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിന് അടുത്തുള്ള മേഖലകളിൽ ഡ്രോൺ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ ഒരുതരം ബഫർ സോൺ നിലവിലുണ്ട്. ഇന്ന് ഞങ്ങളുടെ വലിയ ആയുധങ്ങളെല്ലാം തന്നെ ശത്രുസേനയുള്ളിടത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കാരണം എല്ലാം ഡ്രോൺ ആക്രമിച്ചേക്കാം എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $6800 കോടി നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ. സാങ്കേതികവിദ്യ, ഡിജിറ്റലൈസേഷൻ, അപൂർവ ഭൗമധാതുക്കൾ എന്നീ മേഖലകളിൽ ഉൾപ്പെടെ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയും തമ്മിൽ ധാരണയായ 10 വർഷത്തെ പദ്ധതിയുടെ ഭാഗമാണിത്. യുഎസുമായി തീരുവതർക്കം നിലനിൽക്കെയാണ് ജപ്പാനുമായുള്ള സഹകരണം ഇന്ത്യ ശക്തമാക്കുന്നത്. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ, ബഹിരാകാശം എന്നീ രംഗത്തും ഇന്ത്യയുമായി സഹകരിക്കുമെന്നും ഇഷിബ പറഞ്ഞു. ഇതുകൂടാതെ തുറമുഖം, വ്യോമഗതാഗതം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും സഹകരിക്കും. 2022-26 വർഷത്തിനുള്ളിൽ 3400 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുമെന്ന് നേരത്തെ ജപ്പാൻ പ്രഖ്യാപിച്ചിരുന്നു. കാലാവധിക്ക് 2 വർഷം മുമ്പ് 2024 തന്നെ ഈ ലക്ഷ്യം ജപ്പാൻ കൈവരിക്കുകയും ചെയ്തു. സെമി കണ്ടക്ടർ, ടെലികോം, ഫാർമസ്യൂട്ടിക്കൽസ്, ആധുനിക സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ വിതരണ ശൃംഖല പൂർണ്ണസ്ഥിതിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സുരക്ഷാ ഇനീഷ്യേറ്റീവും ടോക്കിയോ ഉച്ചകോടിയിൽ മോദിയും ഇഷിബയും ചേർന്ന് പ്രഖ്യാപിച്ചു. സമകാലിക പ്രതിരോധ വെല്ലുവിളികൾ നേരിടാനുള്ള ഒന്നിച്ചുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനുള്ള സുരക്ഷാ സഹകരണ സംയുക്ത പ്രഖ്യാപനവും ഉച്ചകോടിയിലുണ്ടായി. സാമ്പത്തിക വ്യാപാര രംഗത്തെ ഇന്ത്യ ജപ്പാൻ സഹകരണമായിരുന്നു ഉച്ചകോടിയുടെ കാതൽ. അതേസമയം യുഎസിന്റെ താരിഫ് ഭീഷണിയെക്കുറിച്ച് മോദിയോ ഇഷിബയോ നേരിട്ട് പരാമർശങ്ങൾ നടത്തിയില്ല. ലോകത്തെ ഏറ്റവും വലുതും വൈവിധ്യമാർന്നതുമായ 2 സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കു മാത്രമല്ല ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് കരുതുന്നു. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഞങ്ങളുടെ 2 രാജ്യങ്ങളും സഹകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഇഷിബ പറഞ്ഞു. ഇന്ത്യയും ജപ്പാനും 6 പ്രധാന കരാറുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. 1. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജപ്പാൻ ഇന്ത്യയിൽ $6800 കോടി നിക്ഷേപം നടത്തും. ഇരു രാജ്യങ്ങളിലെയും ചെറുകിട വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ. 2. ഡിജിറ്റൽ പാർട്ണർഷിപ്പ് 2.0, നിർമ്മിത ബുദ്ധി രംഗത്ത് സഹകരണം എന്നിവ നടപ്പാക്കും. സെമി കണ്ടക്ടറുകൾക്കും അപൂർവ ഭൗമധാതുക്കൾക്കും മുൻഗണന നൽകും. 3. പ്രതിരോധം, മാരിടൈം സുരക്ഷാ മേഖലകളിൽ സഹകരണം. പ്രതിരോധ വ്യവസായത്തിലും ഇന്നൊവേഷൻ രംഗത്തും സഹകരണം വർദ്ധിപ്പിക്കും. 4. ഇന്ത്യയുടെ ചന്ദ്രയാൻ 5 പദ്ധതിയിൽ ISROയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും സഹകരിച്ച് പ്രവർത്തിക്കും. 5. ഹരിത ഊർജ്ജ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ജോയിന്റ് ക്രെഡിറ്റ് മെക്കാനിസം JCM കൊണ്ടുവരും. കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്ന മാർഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങൾക്ക് കൈമാറുന്ന JCM ജപ്പാനാണ് മുന്നോട്ടുവച്ചത്. JCMന് കീഴിലുള്ള പദ്ധതികൾ വഴിയുള്ള ഹരിതഗൃഹ വാതക പുറന്തള്ളലിനുണ്ടാകുന്ന കുറവിനെ പങ്കാളിത്ത രാജ്യത്തിന്റെയും ജപ്പാന്റെയും കാലാവസ്ഥാ ലക്ഷ്യങ്ങളിലേക്കുള്ള സംഭാവനയായി കണക്കാക്കും. 6. മാനവ വിഭവശേഷി കൈമാറ്റം. അടുത്ത 5 വർഷത്തിനിടെ ഇന്ത്യയിലെയും ജപ്പാനിലെയും 5 ലക്ഷം പേർ ഇരു രാജ്യങ്ങളിലും ജോലി ചെയ്യും. ഇതിലൂടെ വ്യാപാരം, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക കൈമാറ്റം സാധ്യമാകും എന്ന് മോദി പറഞ്ഞു. കീവ്. യുക്രൈൻ തലസ്ഥാനത്തേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ച റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 23ആയി. ഇതിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. യുക്രൈൻ ഇന്നലെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തി. കീവിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മേഖലകളിൽ ഉൾപ്പെടെയായിരുന്നു 600 ഡ്രോണുകളും 30-ലധികം മിസൈലുകളും ഉപയോഗിച്ചുള്ള റഷ്യൻ ആക്രമണം. പാർപ്പിട സമുദായങ്ങൾക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര ഓഫീസുകൾക്കും കേടുപാടുകൾ ഉണ്ടായതായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. യുക്രൈനിൽ ശാശ്വത സമാധാനത്തിനായി US മുൻകൈയെടുത്തുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നതിനിടെയാണ് വിട്ടുവീഴ്ചകൾക്കുമില്ലെന്ന് വ്യക്തമാക്കി റഷ്യ കനത്ത ആക്രമണം തുടരുന്നത്.
റഷ്യ ആക്രമിക്കുന്നതിൽ ഒട്ടും അത്ഭുതമില്ലെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ അസന്തുഷ്ടനാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അപകടകരമായ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രയേൽ സൈനിക നടപടിയുടെ പ്രാഥമിക ഘട്ടത്തിലാണെന്നും സഹായ വിതരണത്തിനായി പകൽ വെടിനിർത്തുമെന്നും വ്യക്തമാക്കി. ഗാസ സിറ്റിയിൽ ഭക്ഷണക്ഷാമമാണെന്ന് കഴിഞ്ഞ ദിവസം UN ഏജൻസി പ്രഖ്യാപിച്ചു. നടിനിരുട്ട് ബോംബിംഗിൽ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങൾ ഒഴിഞ്ഞുപോകുന്നതിനിടെ ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ദേവാലയത്തിൽ അഭയം തേടിയ കുട്ടികളും പ്രായമുള്ളവരുമടക്കം 440 പേരും പ്രതിസന്ധിയിലായി. എല്ലാവരും അവിടെ തന്നെ തുടരാനാണ് തീരുമാനമെന്ന് പള്ളി വക്താവ് ഫരീദ് ജുബ്രാൻ അറിയിച്ചു. 5 പുരോഹിതരും അന്തേവാസികൾക്കൊപ്പമുണ്ട്. അതിനിടെ ഗാസയിൽ നിന്ന് 2 ബന്ധകരുടെ മൃതാവശിഷ്ടങ്ങൾ സൈന്യം വീണ്ടെടുത്തു. ഗാസയിൽ ശേഷിക്കുന്ന 50 ബന്ധകളിൽ 20 പേർ മാത്രമേ ജീവനോടെയുള്ളൂ എന്ന് ഇസ്രയേൽ നിഗമനം. ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ പ്രഖ്യാപനവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഡൊണാൾഡ് ട്രംപ് 4 വർഷ കാലാവധി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രാജ്യത്തിന്റെ പരമോന്നത പദവി ഏറ്റെടുക്കാൻ സജ്ജനാണെന്ന് JD വാൻസ് പറഞ്ഞു. 79-കാരനായ ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റിന്റെ ആരോഗ്യത്തെപ്പറ്റി ആശങ്ക വേണ്ടെന്നും വാൻസ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ 200 ദിവസത്തെ അനുഭവം പ്രസിഡന്റിന്റെ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ എന്നെ സജ്ജമാക്കിയെന്നും ഹെദജീബി പറഞ്ഞു. എന്നാൽ എനിക്ക് ഇക്കാര്യത്തിൽ തിടുക്കമില്ല. അമേരിക്കയെ വീണ്ടും മഹത്തമാക്കാൻ മാഗ വെയിൻസ് 41 തന്റെ പിൻഗാമിയാകാൻ യോഗ്യനെന്ന് ട്രംപ് ഈയിടെ പറഞ്ഞിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ US ഇന്ത്യയ്ക്ക് അമിത തീരുവ ചുമത്തിയതിന് പിന്നാലെ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ കൂടുതൽ ശക്തമാക്കുന്നതിനിടെയാണ് സന്ദർശനം. തിങ്കളാഴ്ച ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയും പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. ഡിസംബറിലെ സന്ദർശനത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യുമെന്ന് ക്രെംലിൻ പ്രതിനിധി യുഷാക്കോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രസിഡന്റ് പുടിന്റെ ഡിസംബറിലെ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ചുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്യും. SCO ഉച്ചകോടിയുടെ ഭാഗമായി 10-ലധികം കൂടിക്കാഴ്ചകളും പുടിൻ നടത്തും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ചൈനയിലെ ടിയൻജിലാണ് SCO ഉച്ചകോടി നടക്കുക. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് US ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്തിയിരുന്നു. നിലവിൽ 50% തീരുവയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ USൽ ഇറക്കുമതി ചെയ്യാൻ നൽകേണ്ടത്. റഷ്യയുടെ പ്രധാന വരുമാനം ഊർജ്ജ മേഖലയിൽ നിന്നാണ്. 2022-ൽ റഷ്യ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് യുക്രൈന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും വലിയ തോതിൽ വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെ ഊർജ്ജരംഗത്തുണ്ടായ തിരിച്ചടി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയും ചൈനയും അടക്കമുള്ള വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് റഷ്യ മറികടന്നത്. തുടർന്ന് റഷ്യൻ ഓയിൽ വാങ്ങരുതെന്ന് US ഇന്ത്യയോട് ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ തയ്യാറായില്ല. വില കുറച്ച എണ്ണ ലഭിക്കുന്നത് എവിടെ നിന്നാണെങ്കിലും വാങ്ങും എന്നാണ് ഇന്ത്യയുടെ നിലപാട്. മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സുരക്ഷ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. കമലയ്ക്ക് നൽകിയിരുന്ന സീക്രട്ട് സർവീസിന്റെ സുരക്ഷ പിൻവലിച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയായിരുന്നു കമല. കമലയ്ക്ക് സുരക്ഷ നൽകുന്ന സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ കാലാവധി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നീട്ടിയിരുന്നു. ഈ തീരുമാനമാണ് ട്രംപ് ഭരണകൂടം റദ്ദാക്കിയത്. വൈസ് പ്രസിഡന്റുമാർ പദവി ഒഴിഞ്ഞ ശേഷം 6 മാസത്തേക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സുരക്ഷ ലഭിക്കാറുണ്ടെന്ന് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കമല ഹാരിസ് പദവി ഒഴിയുന്നതിന് മുൻപ് അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ സുരക്ഷാ കാലാവധി 2026 ജാനുവരി വരെയാണ് നീട്ടി നൽകിയത്. 2025 സെപ്റ്റംബർ 1 മുതൽ സുരക്ഷ അവസാനിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് കമല ഹാരിസിനെ കത്തിലൂടെ അറിയിച്ചു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രൊഫഷണലിസം, അർപ്പണബോധം എന്നിവയ്ക്ക് കമല നന്ദി പറഞ്ഞു. പുതിയ പുസ്തകമായ 107 ഡേയ്സ് പുറത്തിറങ്ങാനിരിക്കെയാണ് ഈ നീക്കം. കമല ഹാരിസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം. സെപ്റ്റംബർ 23 പുസ്തകം പുറത്തിറങ്ങും. ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് കമല ഹാരിസ് മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിൽ ട്രംപ് ഹാരിസിനെ പരാജയപ്പെടുത്തി. സുരക്ഷയ്ക്കായി ചുറ്റും നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രമല്ല കമലയ്ക്ക് നഷ്ടമാകുന്നത്. സുരക്ഷാ ഭീഷണികൾ ദിവസേന അവലോകനം ചെയ്യുന്നതും നേരിട്ടുണ്ടായേക്കാവുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇമെയിലുകൾ, സമൂഹമാധ്യമങ്ങൾ എന്നിവയിലെ ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതും ഇതോടെ നിലയ്ക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരന്തര നിരീക്ഷണത്തിലായിരുന്ന ഹാരിസിന്റെ ലോസ് ആഞ്ചൽസിലെ വീടിന് ഇനി മുതൽ സർക്കാർ സുരക്ഷ ലഭിക്കില്ല. സ്വകാര്യ ഏജൻസികളെ ആശ്രയിക്കേണ്ടിവരും. കണ്ണൂർ കണ്ണമ്പുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. പടക്ക് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് സൂചന. വീട് തകർന്നു. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുണ്ടായി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. രാത്രി 2 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. വാടക വീടാണ് സ്ഫോടനത്തിൽ തകർന്നത്. 2 പേരാണ് വീട്ടിലുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗോവിന്ദന്റെ വീടാണ് തകർന്നത്. അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തത്.
അനൂപിന് പടക്ക് കച്ചവടമുണ്ടെന്ന് പറയപ്പെടുന്നു. രാത്രി 2 മണിക്കാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്ന് അയൽവാസി പറഞ്ഞു. വീടിന് പുറകുവശത്ത് ഒരാളുടെ മൃതശരീരം കണ്ടു. മരിച്ചോ എന്നറിയില്ല. ശരീരത്തിന് മുകളിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട്. താമസക്കാരെ പരിചയമില്ല. രാത്രിയാണ് താമസക്കാർ വരുന്നത്. വീട്ടിൽ ലൈറ്റ് ഇടാറില്ലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ ആളുണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. അധോലോക കുറ്റവാളി അരുൺ ഗാവലി വൈകാതെ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. 2007 മുംബൈയിലെ ശിവസേന നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഗാവലി നാഗ്പൂർ സെൻട്രൽ ജയിലിലാണ് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ ഗാവലി നൽകിയ ഹർജിയിൽ വാദം കേൾക്കൽ പോലും തുടങ്ങാത്ത സാഹചര്യത്തിലും ജയിൽവാസം 17 വർഷം പിന്നിട്ടതോടെയുമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. അഖിൽ ഭാരതീയ സേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായ അരുൺ ഗാവലി 2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈയിലെ ചിഞ്ച് പോക്ലിയിൽ നിന്നും വിജയിച്ചിരുന്നു. കൊലക്കേസിൽ അറസ്റ്റിലായതോടെ ഭാര്യയും മകളുമാണ് പാർട്ടിയെ മുന്നോട്ട് നയിച്ചത്. ജയിൽവാസം നീണ്ടതോടെ രാഷ്ട്രീയ കരുത്ത് ചോർന്നു. കണ്ണൂർ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം മദ്യലഹരിയിൽ ട്രാക്കിൽ കിടന്ന യുവാവിന്റെ പരാമക്രമം. പഴയങ്ങാടി സ്വദേശി ബാദുഷയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി ട്രാക്കിൽ കിടന്ന് പരാമക്രമം നടത്തിയത്. പിടിച്ചുമാറ്റാനെത്തിയവരെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ പഴയങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് RPFന് കൈമാറി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഇരിപ്പുറപ്പിച്ച പ്രതിയെ ആദ്യം കണ്ടത് റെയിൽവേ ട്രാക്കിലുണ്ടായിരുന്ന റെയിൽവേ ജീവനക്കാരാണ്. മാറാൻ പറഞ്ഞവരോട് അസഭ്യം പറഞ്ഞും കല്ലെറിയാൻ ശ്രമിച്ചുമായിരുന്നു പരാമക്രമം. പിന്നാലെ ആത്മഹത്യാ ഭീഷണി മുഴക്കി. മദ്യലഹരിയിലായിരുന്ന ഇയാളെ പഴയങ്ങാടി പോലീസ് പിടിച്ചുമാറ്റുകയായിരുന്നു. ഈ സമയത്തിനിടയിൽ 3 ട്രെയിനുകളാണ് വൈകിയത്. ഒരു ഗുഡ്സ് ട്രെയിനും 2 പാസഞ്ചർ ട്രെയിനുകളും സ്റ്റേഷന് സമീപം പിടിച്ചിട്ടു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായി പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ നിന്നെത്തിയ RPF സംഘം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. ട്രെയിൻ തടഞ്ഞതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ധർമ്മസ്ഥല മകളെ കാണാതായെന്ന പരാതി പിൻവലിക്കാൻ തയ്യാറെന്ന് ധർമ്മസ്ഥല കേസിലെ പ്രധാന പരാതിക്കാരി സുജാത ഭട്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് സുജാത ഇക്കാര്യം അറിയിച്ചത്. തന്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്ന സുജാതയുടെ പരാതിയാണ് ധർമ്മസ്ഥലയിൽ 100 കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകുഴിച്ചിട്ടുവെന്ന മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് ബലമായത്. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന മകൾ അനന്യയെ ധർമ്മസ്ഥലയിൽ 2003 കാണാതായെന്നായിരുന്നു സുജാതയുടെ പരാതി. ചോദ്യം ചെയ്യലിൽ സുജാത ഇടയ്ക്കിടെ മൊഴിമാറ്റുന്നതായി പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതോടെ ചിന്നയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സുജാതയെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത്. 2ാം ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തനിക്ക് അനന്യ എന്നൊരു മകളില്ലെന്നായിരുന്നു സുജാത പറഞ്ഞത്. എന്നാൽ വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ അനന്യയുടെ തിരോധാനത്തിന് പിന്നിലുള്ളവരെന്ന് കരുതുന്ന ചിലരുടെ പേരുകൾ ഇവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരട്ടത്തീരുവ് ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത് വ്യക്തിപരമായ നീരസം കാരണമാണെന്ന് രാജ്യാന്തര ധനകാര്യ സ്ഥാപനമായ ജെഫറീസ്. ട്രംപ് അവകാശപ്പെടുന്നതുപോലെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതല്ല ഇരട്ടത്തീരുവ് ചുമത്താനുള്ള കാരണം. ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അനുവദിക്കാത്തതിന്റെ നീരസമാണ് തീരുമാനത്തിനു പിന്നിലെന്ന് ജെഫറീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലെ സംഘർഷത്തിൽ മധ്യസ്ഥനായി ഇടപെടണമെന്നും ഇത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള അവസരമാക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ ആഗ്രഹമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഒരു 3ാം കക്ഷി ഇടപെടാൻ ഇന്ത്യ ഒരിക്കലും അനുവദിക്കുകയില്ല. ഇതോടെ ട്രംപിനുണ്ടായ വ്യക്തിപരമായ നീരസമാണ് ഇരട്ടത്തീരുവ ചുമത്തിയതിനു പിന്നിൽ. ജെഫറീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സമീപകാലത്തെ ഏറ്റവും മികച്ച നിലയിൽ തുടരുകയാണിപ്പോൾ. അതിർത്തി സംഘർഷങ്ങളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന വൻ ശക്തികളുടെ ബന്ധം അതിവേഗം സൗഹാർദ്ദത്തിലേക്ക് മാറിയത് ഇരട്ടത്തീരുവ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് എസ് രംഗത്തെത്തിയതോടെയാണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വത്തിൽ ഇന്ത്യയും ചൈനയും കൈകോർത്തപ്പോൾ US-നുണ്ടായത് അപ്രതീക്ഷിത തിരിച്ചടി. എന്നാൽ ഇന്ത്യയ്ക്കുമേൽ ഇരട്ടത്തീരുവ ചുമത്തുന്നതിനു മാസങ്ങൾക്ക് മുൻപേ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ന്യൂഡൽഹിയിലേക്ക് ഒരു സ്വകാര്യ കത്തയച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനയച്ച ആ കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിലും എത്തി. പിന്നീട് ജൂണിൽ ട്രംപിന്റെ താരിഫ് ഭീഷണിക്കും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദത്തിനുമിടയിൽ ചൈനയുമായി വളരെ വേഗം അടുക്കാൻ ഷീ ജിൻപിങ്ങിന്റെ സ്വകാര്യ കത്ത് നിർണായകമായി. കത്തിനു പിന്നാലെ US-ഉമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യ കർശന നിലപാട് സ്വീകരിച്ചു. ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതീകമാണ് ആനയും വ്യാഴിയും. സംഘർഷഘട്ടത്തിലും സമാധാനഘട്ടത്തിലുമെല്ലാം ആനയും വ്യാഴിയും രംഗത്തെത്തും. ആനയും വ്യാഴിയും ഒരുമിച്ച് നൃത്തം വയ്ക്കുകയെന്നതാണ് മുന്നിലുള്ള ഒരേയൊരു ശരിയായ വഴിയെന്ന് ഷീ ജിൻപിങ് പറഞ്ഞത് ഏപ്രിൽ 1-നാണ്. ചൈനയ്ക്കുമേൽ US ഇരട്ടത്തീരുവ ചുമത്തിയപ്പോഴും ഈ വാക്കുകൾ ആവർത്തിക്കപ്പെട്ടു. ഒടുവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന കുറ്റം ചുമത്തി ട്രംപ് ഇരട്ടത്തീരുവ ചുമത്തിയതിനു പിന്നാലെ ചൈന നീട്ടിയ സൗഹൃദ സന്ദേശം ഇന്ത്യ സ്വീകരിച്ചിരുന്നു. വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്.
ഇന്ത്യയിലേക്കുള്ള വളത്തിന്റെയും കൂറ്റൻ യന്ത്രങ്ങളുടെയും ഇറക്കുമതിയും ചൈന ഉടൻ തുടങ്ങും. സംഘർഷത്തെ തുടർന്ന് വർഷങ്ങളായി നിർത്തിവെച്ച വിസ നടപടികൾ ഇരുഭാഗവും ലഘൂകരിച്ചു. അതിർത്തി സംഘർഷങ്ങളിലും നയതന്ത്ര ചർച്ചകളിലൂടെ മുന്നേറാനാണ് തീരുമാനം. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിക്കാനും ഒരുങ്ങുകയാണ്. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയുടെ ഭാഗമായി ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിലാണ് ചൈന സന്ദർശനം. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി ചർച്ച നടത്തുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടതായി യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമനിന്റെ തലസ്ഥാനമായ സനയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹൂതികൾ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത്. യമനി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. റഹാവിക്കൊപ്പം നിരവധി നേതാക്കളും കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട്. റഹാവി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലാണ് ആക്രമണം നടന്നത്. ഇസ്രയേൽ സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സന ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയുടെ ഭരണം ഹൂതികൾക്കാണ്. രാജ്യാന്തര പിന്തുണയോടെ തെക്കൻ പ്രദേശം ഭരിക്കുന്നത് പ്രസിഡന്റ് റഷാദ് അലീമിയാണ്. ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഹമാസും ഹിസ്ബുള്ളയും ഇറാനുമാണ്. 2 ആഴ്ചയ്ക്കിടെ നിരവധി ആക്രമണങ്ങൾ ഇസ്രയേൽ യമൻ തലസ്ഥാനത്ത് നടത്തിയിരുന്നു. 10 ഹൂതി മന്ത്രിമാരെ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കംബോഡിയൻ നേതാവിനുമായുള്ള ഫോൺ സംഭാഷണത്തിലെ പരാമർശങ്ങളുടെ പേരിൽ തായ്ലൻഡ് പ്രധാനമന്ത്രി പയതോങ്താൻ ഷിനാവത്രയെ ഭരണഘടനാ കോടതി പുറത്താക്കി. പയതോങ്താൻ ധാർമ്മികത ലംഘിച്ചുവെന്ന് കോടതി വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചില്ല. രാജ്യത്തേക്കാൾ സ്വന്തം താൽപര്യങ്ങൾക്കാണ് അവർ മുൻഗണന നൽകിയതെന്ന് കോടതി വിധിയിൽ പറഞ്ഞു. ഭരണഘടനാ കോടതിയിലെ 9 ജഡ്ജിമാരിൽ 6 പേർ പയതോങ്താനെതിരെ വോട്ട് ചെയ്തു. കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് പയതോങ്താൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയെ നേരത്തെ ഭരണഘടനാ കോടതി സസ്പെൻഡ് ചെയ്തിരുന്നു. പയതോങ്താൻ അവകാശലംഘനം നടത്തിയെന്ന പരാതിയിൽ ദേശീയ അഴിമതി വിരുദ്ധ കമ്മീഷനും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ജൂൺ 15 പയതോങ്താൻ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കംബോഡിയൻ സെനറ്റ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ ഹുൻ സായേനിനെ അങ്കിൾ എന്ന് വിളിച്ചു പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതും തായ് സൈനിക ജനറലിനെപ്പറ്റി മതിപ്പില്ലാതെ സംസാരിച്ചതുമാണ് വിവാദമായത്. സംഭാഷണത്തിന്റെ ഓഡിയോ ഹുൻ സായേൻ പുറത്തുവിട്ടതോടെയാണ് സൈന്യത്തെ അപമാനിച്ചുവെന്ന പേരിൽ തായ്ലൻഡിൽ പ്രതിഷേധമുയർന്നത്. 28 കംബോഡിയ തായ്ലൻഡ് അതിർത്തി സംഘർഷത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. പ്രശ്നം തീർക്കാൻ പയതോങ്താൻ നടത്തിയ നയതന്ത്രമാണ് പാളിയത്. സൈന്യത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് പ്രധാന ഘടകകക്ഷി മന്ത്രിസഭ വിട്ടതോടെ കൂട്ടുകക്ഷി സർക്കാരിന്റെ ഭാവിയും തുലാസിലായി. തായ്ലൻഡിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ വർഷം സ്ഥാനമേറ്റ പയതോങ്താൻ ഷിനാവത്ര മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനാവത്രയുടെ മകളാണ്. വ്യക്തിപരമായി പ്രയോജനം ചെയ്യുന്നതൊന്നും ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടില്ലെന്നും സമാധാനം നിലനിർത്താനുള്ള നയതന്ത്ര സംഭാഷണമാണ് നടത്തിയതെന്നും പയതോങ്താൻ ഷിനാവത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2024 ഓഗസ്റ്റിലാണ് പയതോങ്താൻ പ്രധാനമന്ത്രി പദവിയിലെത്തിയത്. അമേരിക്കയിലെ ടെക്സസിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വാലന്റീന ഗോമസ് ഖുറാൻ കത്തിച്ച വിദ്വേഷ പരാമർശം നടത്തി. ടെക്സസിൽ നിന്ന് ഇസ്ലാമിനെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. ടെക്സസിലെ 31ാം കോൺഗ്രഷണൽ ഡിസ്ട്രിക്ട് സീറ്റിലേക്ക് മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് വാലന്റീന ഗോമസ്. F-35 വിമാനം പരിശീലന പറക്കലിനുമേ താഴെ വീണ് തീഗോളമാകും മുൻപ് പ്രശ്നം പരിഹരിക്കാൻ പൈലറ്റ് എഞ്ചിനീയർമാരുമായി ഫോണിൽ സംസാരിച്ചത് 50 മിനിറ്റ്. 175,000 കോടി രൂപ വിലയുള്ള വിമാനം അലാസ്കയിലെ എയർബേസിലെ റൺവേയിൽ പതിക്കുന്നതിനു മുൻപാണ് പൈലറ്റ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം തേടിയതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഈൽസൺ എയർഫോഴ്സ് ബേസിൽ ജനുവരി 28-നാണ് തകർന്നു വീണത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം നിയന്ത്രിക്കാത്ത പക്ഷം ശിക്ഷാപരമായ തീരുവ നിലപാട് US മയപ്പെടുത്തില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ് അറിയിച്ചു. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ സങ്കീർണമാണെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തങ്ങളുടെ വിപണി തുറക്കുന്നതിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുകയാണെന്നും US നാഷണൽ എക്കണോമിക് കൗൺസിൽ ഡയറക്ടർ കൂടിയായ അദ്ദേഹം ആരോപിച്ചു. ഡയമണ്ട് ലീഗ് ഫൈനലിൽ 2ാം കിരീടം തേടിയിറങ്ങിയ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയുടെ പോരാട്ടം വെള്ളി മെഡലിൽ അവസാനിച്ചു. അവസാന ശ്രമത്തിൽ 85.01 മീറ്റർ ദൂരം മാത്രം കണ്ടെത്തായ ഇന്ത്യൻ പ്രതീക്ഷയായ ഇരട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് തന്റെ മികച്ച പ്രകടനത്തിന് അടുത്തെങ്ങും എത്താനായില്ല. 91.51 മീറ്റർ ദൂരം കണ്ടെത്തി ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനം പുറത്തെടുത്ത ജർമ്മനിയുടെ ജൂലിയൻ വെബർ ജേതാവായി. ഉപകമ്പനിയായ മുത്തൂറ്റ് ഹോം ഫിന്നിൽ 200 കോടി രൂപ നിക്ഷേപവുമായി മുത്തൂറ്റ് ഫിനാൻസ് രാജ്യത്തെ 250ഓളം 2ാം നിര 3ാം നിര നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും കമ്പനി ലക്ഷ്യം വയ്ക്കുന്നു. നിലവിൽ മുംബൈ ആസ്ഥാനമാക്കിയാണ് മുത്തൂറ്റ് ഹോം ഫിൻ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ NBFC ആയ മുത്തൂറ്റ് ഫിനാൻസിന്റെ സമ്പൂർണ്ണ സബ്സിഡിയറി കമ്പനിയാണ് മുത്തൂറ്റ് ഹോം ഫിൻ.
ഇടത്തരം ഭവനങ്ങളുടെ വിഭാഗത്തിൽ വളർച്ചയ്ക്ക് സാധ്യമായ പട്ടണങ്ങളിലേക്ക് കമ്പനി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. സുസ്ഥിര വളർച്ചയ്ക്കായി സാങ്കേതികവിദ്യ, ഭരണക്രമം എന്നിവയിലാണ് തന്ത്രപരമായ നിക്ഷേപങ്ങൾ നടത്തുക. കഴിഞ്ഞ 2 വർഷ കാലയളവിൽ 6 ഇരട്ടി വളർച്ചയാണ് മുത്തൂറ്റ് ഹോംഫിൻ കൈവരിച്ചത്. രാജ്യത്തെ ഇടത്തരം ചെറുകിട പട്ടണങ്ങളിലാവും ഭവനരംഗത്തെ ശക്തമായ വളർച്ച ഇനിയുണ്ടാകുക. ഈ വിപണികളിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ നിക്ഷേപം സഹായകമാകും. ആദ്യമായി വീട് വാങ്ങുന്നവർക്കും സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭകർക്കും മാന്യമായ രീതിയിൽ ഉടമസ്ഥത നേടാനും ഇത് സഹായകമാകും. നാദിർ ഷാ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ടീം വീണ്ടും ഒന്നിക്കുന്ന മാജിക് മഷ്റൂം സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ ഉദയകുമാറാണ് ടോട്ടൽ ഫൺ ഫീൽ ഗുഡ് എന്റർടൈനറായി എത്തുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മഞ്ചാടി ക്രിയേഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ആകാശ് ദേവാണ്. ഇപ്പോഴിതാ ചിത്രത്തിലെ പിന്നണി ഗായകർ ആരൊക്കെയെന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ശങ്കർ മഹാദേവൻ, KS ചിത്ര, ശ്രേയ ഘോഷാൽ, വിനീത് ശ്രീനിവാസൻ, ജാസി ഗിഫ്റ്റ്, രഞ്ജിനി, ജോസ്, റിമി ടോമി, ഹനാൻ ഷാ, ഖദീജ, നാദിർ ഷാ തുടങ്ങി നിരവധി ശ്രദ്ധേയരാണ് ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്നത്. മനോഹരമായ ഒരുപിടി ഗാനങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പിക്കാം. അർജുൻ അശോകൻ നായകനായി എത്തിയ ചിത്രം തലവരയിലെ മനോഹരമായ ഒരു പ്രണയ ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. കായാമ്പു എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് ഇലക്ട്രോണിക് കിളിയാണ്. എഴുതിയിരിക്കുന്നത് മുത്തുവും പാടിയിരിക്കുന്നത് വിജയാനന്ദും ദാലിയ നവാസും ചേർന്നാണ്. ചിത്രത്തിലെ കണ്ടുകണ്ട്, ഇലകൊഴിയെ തുടങ്ങിയ പാട്ടുകൾ ഇതിനകം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ഒട്ടേറെ ഹിറ്റ് സിനിമകളുടെ അമരക്കാർ മഹേഷ് നാരായണനും ഷെബിൻ ബെൻസനും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന തലവര അനിൽകുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ എത്തിയപ്പോൾ സന്ധ്യ എന്ന നായിക കഥാപാത്രമായാണ് രേവതി ശർമ്മ എത്തിയിരിക്കുന്നത്. അശോകൻ, ചൈജു, ശ്രീധർ, അശ്വത് ലാൽ, പ്രശാന്ത്, മുരളി, അഭിരാം രാധാകൃഷ്ണൻ, ദേവദർശിനി, അമിത് മോഹൻ, രാജേശ്വരി, സാം മോഹൻ, മനോജ് മോസസ്, സോഹൻ സീനുലാൽ, മുഹമ്മദ് റാഫി, വിഷ്ണു രഘു, ശരത് സഭ, ഷെബിൻ ബെൻസൻ, ആതിര മറിയം, വിഷ്ണുദാസ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒരുമിച്ചിരിക്കുന്നത്. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ വോക്സ് വാഗൻ അവരുടെ ഏറ്റവും ജനപ്രിയ SUV-യായ പുതുതലമുറ ടീറോക്ക് അവതരിപ്പിച്ചു. ലോകമെമ്പാടും ഇതിനകം 2 മില്യൺ യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ട മോഡലിന്റെ പുതിയ പതിപ്പാണിത്. ഈ പുതിയ ടീറോക്ക് ഇപ്പോൾ പൂർണ്ണമായും ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണുള്ളത്. 1.5 ലിറ്റർ ETSI മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനുകളുമാകും. 2.0 ലിറ്റർ ETSI ഹൈബ്രിഡ് AWDയുടെ കൂടെയും ലഭിക്കും. പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ടീറോക്ക് R പതിപ്പും ഇതിനുണ്ട്. വാഹനത്തിനായി ജർമ്മനിയും പ്രീ ബുക്കിംഗുകൾ ആരംഭിച്ചു. 2025 നവംബർ മുതൽ ഡെലിവറികൾ ആരംഭിക്കും. ആഗോളതലത്തിൽ 2025 അവസാനമോ 2026 ആദ്യമോ ആയിരിക്കും ലോഞ്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 70ഓളം മിനി കഥകളാണ് ഈ സമാഹാരത്തിൽ സമാഹരിച്ചിരിക്കുന്നത്. പരിമിതമായ വാക്കുകളിൽ പൂർണ്ണമായ ഒരു കഥ പറയുന്നതെന്നതാണ് മൈക്രോഫിക്ഷന്റെ പ്രത്യേകത. ലോകമെമ്പാടുമുള്ള യുവതലമുറ ഏറ്റവും കൂടുതൽ വായനയ്ക്കായി ആശ്രയിക്കുന്ന സാഹിത്യരൂപമായി മാറിയിരിക്കുകയാണ് മൈക്രോഫിക്ഷൻ. DC ബുക്സ് പുറത്തിറക്കുന്ന മൈക്രോഫിക്ഷൻ പരമ്പരയിലെ ആദ്യ പുസ്തകമാണ് PK പാറക്കാടിന്റെ വേരുകളുടെ ചോര. DC ബുക്സ് വില 114 രൂപ.